ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ. ഇത് എൻ്റെ 2024 കാശ്മീർ യാത്രയുടെ ഒരു ചെറിയ വിവരണമാണ്. ഞാനും എൻ്റെ വൈഫും ചേർന്ന് ഒരു സ്വപ്നതുല്യമായ ഒരു കാശ്മീർ യാത്രയാണ് നടത്തിയത്. കുഞ്ഞുനാൾ മുതലേ കാശ്മീരിനെ കുറിച്ച് പഠിക്കുന്ന കാലത്ത് മുതൽ അറിയുന്ന ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീരിലേക്കുള്ള ഒരു യാത്ര എന്നും സ്വപ്നം കണ്ടിരുന്നു. അങ്ങനെ 48ാമത്തെ വയസ്സിൽ അങ്ങനെ കാശ്മീർ യാത്ര എന്ന സ്വപ്നം പൂവണിയുകയുണ്ടായി. അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാശ്മീർ യാത്ര നടത്താതിരുന്നാൽ ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ്. കാരണം അത്രയും മനോഹരമായ ഒരു ഭൂപ്രദേശം, എത്രയോ മനോഹരമായ ഭൂപ്രദേശങ്ങൾ നമ്മൾ സന്ദർശിക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഭൂപ്രദേശം തന്നെയാണ് കാശ്മീർ. ഇവിടെ സന്ദർശിക്കുന്ന സഞ്ചാരികൾക്കെല്ലാം അത് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നത്. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഈ പ്രദേശം ഏകദേശം 6000 അടിക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മെസോപ്പൊട്ടാമിയയിൽ നിന്നും വന്ന കാഷ് വർഗത്തിൽപ്പെട്ട ആദിവാസികൾ താമസിച്ചിരുന്നതിനാലാണ് കാശീർ എന്നറിയപ്പെട്ടത് ഈ പ്രദേശം. പിന്നീട് അത് കാശ്മീരായി പരിണമിക്കുകയാണ് ഉണ്ടായത്. വളരെ മനോഹരമായ പ്രദേശമാണ്. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത 3-4 നിലകളുള്ള മരവീടുകളൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഈ കാണുന്നതൊക്കെ കോട്ടേഴ്സുകളും മറ്റും റോഡ് സൈഡിലുള്ളതാണെങ്കിലും അവിടെ വസിക്കുന്ന പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നാൽ അവിടെ ധാരാളം മനോഹരമായ വീടുകൾ കാണാം. എല്ലാം മരം കൊണ്ടുള്ള വീടുകളാണ്. കാരണം തണുപ്പിനെ പ്രതിരോധിക്കാൻ മരങ്ങളാണല്ലോ ബെസ്റ്റ്. അത് നമുക്കവിടെ കാണാൻ കഴിയും. ഒരുപാട് ഗ്രാമങ്ങളൊക്കെ ഈ മലമ്പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒക്കെ മലയ്ക്ക് മുകളിലും താഴ്വാരങ്ങളിലൊക്കെ ആയി. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ കാശ്മീറുകളിൽ ഭൂരിഭാഗവും കൃഷിക്കാരാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സലം നദിയും അതുപോലെ ധാരാളം തടാകങ്ങളും പൂന്തോട്ടങ്ങളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് കാശ്മീർ. കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു തടാകമാണ് ദാൽ തടാകം. അതിലുള്ള ഷിക്കാര റൈഡിങ്ങൊക്കെ വളരെ ഫേമസാണ്. വിശാലമായി കിടക്കുന്ന ആ തടാകത്തിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. മനോഹരമായ വിശാലമായി കിടക്കുന്ന ഒരു തടാകം, അതിലൊരു ഷിക്കാര റൈഡിങ്, അതും ഒരു സായം സന്ധ്യ, വളരെ മനോഹരമാണ്. നമുക്ക് എത്ര ആസ്വദിച്ചാലും നമുക്ക് മതി വരില്ല. ചെറിയ പൈസ കൊടുത്താൽ യാത്ര ചെയ്യാവുന്നതാണ്. അത് ഒരു ഷിക്കാരയിൽ ഒരു ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യാൻ കഴിയും. നന്നായിരുന്നു യാത്ര, വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. വിശാലമായി കിടക്കുന്ന ആ ഷിക്കാര റൈഡിങ്ങും അതും ഒരു അനുഭവം, അല്ലാത്ത ഒരു അനുഭവം തന്നെയാണ്. മറ്റെവിടെയും കിട്ടാത്തൊരു അനുഭവം നമുക്ക് ഈ ഷിക്കാര റൈഡിങ് കിട്ടും.
അതിൻ്റെ ആ മനോഹാരിത നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എത്ര കണ്ടാലും മതി വരാത്ത, അല്ലെങ്കിൽ നമുക്ക് കുറേ സമയം ചെലവഴിക്കാൻ തോന്നും, അത്രയും ഭംഗിയാണ്. നിരന്ന് കിടക്കുന്ന ശിഖാര. ഞങ്ങൾ പോകുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങളുടെ യാത്ര മെയ് മാസത്തായിരുന്നു. മെയ് 9-ാം തീയതി ഞങ്ങൾക്ക് ഇവിടുന്ന് പുറപ്പെട്ടു. 14 ദിവസം കഴിഞ്ഞ് 15-ാമത്തെ ദിവസമാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. പാലക്കാട് നിന്ന് പുറപ്പെട്ട് ഷൊർണൂർ വഴി തിരൂർ നിന്നാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ്റ് ആയത്. ഒരു ഗ്രൂപ്പ് ടിക്കറ്റായിരുന്നു. ഏകദേശം ഒരു 50-60 ആളിലേറെ ഉണ്ടായിരുന്നു. ഒരു തടാകത്തിൻ്റെ തീരത്തുകൂടെയുള്ള ഒരു നടത്തം, അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അതിനടുത്ത് തന്നെയാണ് ഒരു മുഗൾ ഗാർഡൻ ഉള്ളത്. അതും വലിയൊരു ഗാർഡനാണ്. ഞങ്ങളെ പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മലമ്പുഴ ഗാർഡനൊക്കെ കണ്ട് മടുത്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ആ കാലാവസ്ഥയും ആ പ്രകൃതി രമണീയമായ തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഒരു പുതിയൊരു അനുഭവമായിരിക്കും. മുഗൾ ഗാർഡനിൽ നിന്നാൽ അതാൽ തടാകം മുഴുവൻ കാണാം. അതിൻ്റെ മുകളിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. രാജാക്കന്മാരൊക്കെ വന്ന് ആസ്വദിച്ച സ്ഥലമാണ്. അതോടെ തന്നെ അതിൻ്റെ അടുത്തുള്ള പ്രദേശം തന്നെയാണ് ഹസരത്ത് ബാൽ മസ്ജിദ്. അതും ഞങ്ങൾ സന്ദർശിച്ചു. പിന്നെ ഇത് ശ്രീനഗർ ജുമാ മസ്ജിദാണ്. വലിയൊരു ജമ്മു കാശ്മീരിലെ തന്നെ ഏറ്റവും വലിയ ജുമാ മസ്ജിദാണിത്. ഇതൊക്കെ ഒരു അനുഭവം തന്നെയാണ്. കാണാൻ മാത്രമുണ്ട്. അത്രയും മരം കൊണ്ട് മാത്രം നിർമ്മിച്ച 10,000ങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്ന വലിയ ഒരു മസ്ജിദാണ് ഇത്. കാശ്മീരിലെ നദിയാണ്. ഈ നദിയിലൊക്കെ നമ്മൾ ഇറങ്ങി അതിൻ്റെ ആ തണുപ്പൊക്കെ ഒന്ന് ആസ്വദിക്കുക എന്നുള്ള വലിയൊരു അനുഭവമാണ്. ഇത് പെഹൽഗാമിൽ നിന്നുള്ള കാഴ്ചയാണ്. പെഹൽഗാമിൻ്റെ നമ്മളൊക്കെ പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഒഴുകുന്നൊരു നദിയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബസൻ വാലിയൊക്കെ ഉള്ളത്. ഇവിടെ വളരെ ഒരു ദിവസം നമുക്ക് രാവിലെ പോയാൽ വൈകുന്നേരം വരെ നമുക്ക് സമയം തരും. ഇവിടെ നിന്ന് കുതിരക്കാരുടെ സഹായത്തോടു കൂടി നമുക്ക് അവിടെയുള്ള പല സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയും. കുതിര സവാരി അല്പമൊക്കെ നടത്താൻ ഒരു 100-150 കൊടുത്താൽ ചെറിയ ദൂര യാത്രയൊക്കെ ചെയ്തു വരും. ഒന്നാമത്തെ അവിടുത്തെ ഒരു കാലാവസ്ഥ, പ്രകൃതിയൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കുറേ നടന്ന് അവിടെ നിന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അവിടുത്തെ ചായ പൂരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയത് കഴിച്ച് അവിടുത്തെ പറയാനുള്ള ഒന്ന് കാശ്മീർ ചായ, അതൊന്നും ഒന്നാന്തരം ചായയാണ്. എല്ലാ ചായക്കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നാന്തരം ചായ കഴിക്കും. അതുപോലെ സമൂസയും അവിടുത്തെ പൂരിയും ഒക്കെ വ്യത്യസ്തമാണ്. ഇതെല്ലാം കാണിക്കാൻ നിന്നാൽ ഈ വീഡിയോ മതിയാവില്ല. അതുപോലത്തെ ഇവിടെ നിന്നുള്ള ആ നദിയാണ് കാണുന്നത്. വളരെ ഭംഗിയാണ്. എത്ര കണ്ടാലും മതി വരാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും കാശ്മീരിലൂടെയുള്ള ഈ യാത്ര. ഇത് കാശ്മീരിലെ താഴ്വരയിലെ ഗ്രാമങ്ങളാണ്. നിരവധി ഗ്രാമങ്ങൾ ഇങ്ങനെ നമുക്ക് യാത്രയിലുടനീളം കാണാൻ കഴിയും. ഇത് കാശ്മീരിലെ മലനിരകളിൽ നിന്നും ഒഴുകി വരുന്ന മഞ്ഞാണ്. ഇതൊക്കെ ഇങ്ങനെ ഈ പുഴയിലേക്ക് ചേരുന്ന വലിയ മഞ്ഞിൻ്റെ ആ ചാലുകളാണിത്. അങ്ങനെ കാണാം നമുക്ക്. വളരെ ഭംഗിയാണ്. പലരും ഇവിടെ ഇറങ്ങി ഈ മഞ്ഞിലൊക്കെ കളിക്കാറുണ്ട്.
സോനാമാർഗ് തന്നെ. ഇത് സോനാമാർഗിൻ്റെ പോകുന്ന വഴിയും അതിനോടുള്ള പ്രദേശങ്ങളൊക്കെയാണ്. സോനാമാർഗ് എന്ന് പറയുന്നത് വിശാലമായ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. വിശാലമായ പുൽമേടുകളും അതിന് പാശ്ചാത്തലമൊരുക്കി മഞ്ഞ് മലകളും വല്ലാത്തൊരു സംഭവം തന്നെയാണ്. എത്ര സഞ്ചാരികളാണ് ഇവിടെ വന്ന് ആനന്ദിക്കുന്നത്. ആയിരക്കണക്കിന് കുതിരകളിൽ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇങ്ങനെ ഒഴുകുന്നത് കാണാം. വിശാലമായ പ്രദേശമായതുകൊണ്ടും ജനവാസം കുറഞ്ഞ പ്രദേശമായതുകൊണ്ടും ഇതൊരു വല്ലാത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. ഇത് സോനാമാർഗിൽ അവസാനം കൊണ്ട് നിർത്തി നമുക്ക് മഞ്ഞിലൊക്കെ കളിക്കാൻ വേണ്ടി വിട്ടുതരുന്നൊരു സ്ഥലമാണ്. പറയണ്ട, അതിൻ്റെ ആ നദിയും നദിയിലേക്ക് ഒഴുകിയെത്തുന്ന മഞ്ഞും അതിൻ്റെ തീരത്ത് നിന്നുള്ള ഒരു കളിയും ഒന്നും പറയണ്ട. സഞ്ചാരികളൊക്കെ ഇറങ്ങി അവിടെ ഇങ്ങനെ മഞ്ഞ് കൊണ്ട് കളിയാണ്. വെള്ളം ആട്ടെ നല്ല തണുത്ത ഒരു വെള്ളം തന്നെയാണ്. ജലം ഇങ്ങനെ തണുത്ത ജലം ഇങ്ങനെ ഒഴുകും. അതിന് പശ്ചാത്തലമായി മഞ്ഞ് മലകൾ. അവിടെ ഇറങ്ങി ഇങ്ങനെ കുറേ കളിക്കുക തന്നെ. അവിടെ എത്തിയ സഞ്ചാരികൾക്ക് വേറെന്താ ചെയ്യാം? എടുത്ത് ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും മഞ്ഞുകളിൽ കളിച്ചും സമയം കളയാണ്. വല്ലാത്തൊരു ആ ജലത്തിൻ്റെ കളറും അതിന് പശ്ചാത്തലം ഒരുക്കുന്ന മലനിരകളും ഒന്നും പറയണ്ട. എത്ര വീഡിയോ എടുക്കുക, എത്ര ഫോട്ടോ എടുക്കുക, ഓർമ്മകളിൽ സൂക്ഷിക്കാനായി എത്ര എടുത്താലും മതി വരാത്ത പ്രദേശം. മഞ്ഞ് കയ്യിലെടുത്തൊരു പലരും കളിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. ഒന്ന് തട്ടി നോക്കുക തന്നെ. എന്താണ് മഞ്ഞിൻ്റെ ഒരു പ്രദേശത്ത് വന്ന് കളിക്കുക. ഇതൊക്കെ നമുക്കൊരു പുതിയ അനുഭവമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഞ്ഞ് പ്രദേശമല്ലാത്ത ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഇത് കണ്ടപ്പോൾ എൻ്റെ വൈഫിനും ഒരാഗ്രഹം മഞ്ഞൊക്കെ ഒന്ന് തട്ടി കളിച്ച് നോക്കണമെന്ന്. നടക്കുന്നതെല്ലാം മഞ്ഞിലാണ്. നിൽക്കുന്നതും നടക്കുന്നതും കളിക്കുന്നതും ഒക്കെ മഞ്ഞിൽ തന്നെയാണ്. അവളുടെ പൂതിയാണ്. അങ്ങനെ ഒരു ജലം, പരിശുദ്ധമായ ജലം, മഞ്ഞ് ഉരുകി വരുന്ന ആ ജലം, അയ്യോ ഒന്നും പറയണ്ട, കാണാൻ കഴിയില്ല. അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ട നമുക്കെങ്ങനെയാണ് അവിടെ നിന്ന് തിരിച്ചു പോരാൻ കഴിയുക? അത്രയും മനോഹരമായ പ്രദേശം. വെറുതെ അല്ലല്ലോ കാശ്മീരിലേക്ക് ഇത്രയും ദിവസങ്ങൾ ചിലവഴിച്ച് ഇത്രയും റിസ്ക് എടുത്ത് ഓരോരുത്തരവിടെ എത്തുന്നത്. സഞ്ചാരികളുടെ ഒഴുക്ക് തന്നെയായിരുന്നു
ഞങ്ങളുടെ യാത്രയിലുടനീളം കണ്ടത് ഇത്ര ആയിരക്കണക്കിന് വാഹനങ്ങൾ യാത്ര കാശ്മീരിലേക്ക് ശ്രീനഗറിലേക്ക് കടന്നു പോകുന്നത് കാണാം. ഇതെല്ലാം മഞ്ഞിൻ്റെ മുകളിലൂടെയാണ്, എല്ലാവിടെയും മഞ്ഞ് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ പോയ മാസം മെയ് മാസത്തായതുകൊണ്ട് വലിയ തണുപ്പ് അവിടെ ഇല്ല. എന്നാൽ മഞ്ഞുണ്ട്, മഞ്ഞിൻ്റെ താഴ്വാരങ്ങളുള്ളതല്ല. അതുകൊണ്ട് തന്നെ മഞ്ഞ് ആസ്വദിക്കാൻ കഴിയും. എന്നാൽ മഞ്ഞിൻ്റെ വലിയ പ്രയാസങ്ങളൊന്നും നമുക്ക് വലുതായിട്ടുള്ള വസ്ത്രങ്ങളും മറ്റൊന്നും ഇടേണ്ട ആവശ്യം വരില്ല. നല്ല കാലാവസ്ഥ, എത്ര അവിടെ നമ്മൾ ആസ്വദിച്ച് നിന്ന് തിരിഞ്ഞാലും നമുക്കത് മതി വരില്ല. ഇവിടെ നിന്ന് പല റൈഡിങ്ങുകളും ഉണ്ട്, ബൈക്ക് റൈഡിങ്ങും മറ്റൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല 2000-3000 ഒക്കെ ചോദിക്കും. അതുപോലെ തന്നെ മറ്റു യാത്രകളൊക്കെ ഉണ്ട്, മേലേക്കും പല ഭാഗത്തേക്കും പോകാനുള്ള യാത്രകളൊക്കെ ഉണ്ട്. സഞ്ചാരികളുടെ ഒഴുക്ക് തന്നെയായിരുന്നു അവിടെയും കണ്ടത്. ഞങ്ങൾ അജ്മീറിൽ നിന്ന് പഞ്ചാബിലെത്തി. പഞ്ചാബിലൊരു ദിവസം വാഘ ബോർഡറും സുവർണക്ഷേത്രവും ജാലിയൻവാല ബാഗൊക്കെ കണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ജമ്മുതാവിയിലേക്ക് വണ്ടി കയറിയത്. അമൃത്സറിൽ നിന്ന് ജമ്മുതാവിയിൽ നിന്ന് ട്രാവലറിലാണ് കാശ്മീരിലെത്തിയത്. അതൊരു ദിവസം ഒരു പകൽ ചിലവഴിക്കേണ്ടി വന്നു. അവിടെ വൈകിട്ടാണ് എത്തിയത്. പിന്നെ ഒരു 3 ദിവസം അവിടെ കഴിഞ്ഞ് 4ാമത്തെ ദിവസം നമ്മളിവിടെ ജമ്മുതാവിയിലെത്തി. ജമ്മുതാവിൽ നിന്ന് ഡൽഹി ആഗ്ര വന്ന് 2 ദിവസം ആഗ്രയിലും താമസിച്ച് അവിടെ നിന്നാണ് കയറ്റത്തിലോട്ട് വന്നത്. വലിയൊരു ദീർഘമായൊരു യാത്ര, വല്ലാത്തൊരു അനുഭവം. ഇനിയും വരണം, മറ്റുള്ളവരായ കുട്ടികളും മറ്റുമൊക്കെ ആയിട്ട് വരണമെന്നുള്ള വളരെ ആഗ്രഹത്തോടു കൂടി തിരിച്ച് ഞങ്ങൾ പാലക്കാട്ടേക്ക് പോന്നു. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും സ്വപ്നതുല്യമായ കാശ്മീരിൻ്റെ താഴ്വരകൾ അത് ആസ്വദിക്കണമെന്ന്. എല്ലാവർക്കും നാഥൻ തൗഫീക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.